കുറച്ച് നാളുകളായി ധനി സൂപ്പർ കാർഡിനെ പറ്റിയും അതുപോലെ തന്നെ ധനി ഫ്രീഡം കാർഡിനെ പറ്റിയും വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് വരുവാനായി തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുവാനായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നോക്കിയപ്പോൾ കുറച്ചധികം നെഗറ്റീവ്സ് അതിനെപ്പറ്റി കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞ തീരുമാനത്തിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി വിയിൽ ധനി പേയെ പറ്റി ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുവാൻ സാധിച്ചു. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. 1 ലക്ഷം രൂപ വരെ പലിശയൊന്നുമില്ലാതെ ലോൺ 3 മാസം ആ തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും. സാമാന്യം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി, ഇങ്ങനെ പലിശയൊന്നും നൽകാതെ നമുക്ക് ലോൺ നൽകി കഴിഞ്ഞാൽ, അതും അവർ പ്രോസസ്സിംഗ് ഫീ ഒന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സിംഗ് ഫീ ഇല്ല, പലിശയില്ല, അങ്ങനെ 1 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ നൽകി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരുടെ ലാഭം? അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ തിരഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ സൗജന്യമായിട്ട് അപ്പ് സ്റ്റോക്കിൽ ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പ് സ്റ്റോക്കിൽ എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്കൊരു സ്റ്റോക്ക് വാങ്ങാം, എങ്ങനെ വിൽക്കാം, അതിനെപ്പറ്റി നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൗസിംഗ് ലോൺ, പേഴ്സണൽ ലോൺ, അതുപോലെ തന്നെ കൺസ്യൂമർ ലോൺ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ലോണുകൾ നൽകുന്ന ഇന്ത്യ ബുൾസ് കമ്പനിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ധനി പേ. 2 സർവീസുകളാണ് നിലവിൽ ധനി പേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഡിജിറ്റൽ ഹെൽത്ത് കെയർ, മറ്റൊന്ന് ഡിജിറ്റലായുള്ള ഫിനാൻഷ്യൽ സർവീസസ്. ആദ്യം നമുക്ക് ഡിജിറ്റൽ ഹെൽത്ത് കെയർ ആയ ധനി ഹെൽത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. നമുക്ക് എല്ലാ ദിവസവും 24 മണിക്കൂറും ഓൺലൈനായിട്ട് വീഡിയോ കോളിലൂടെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം, മെഡിസിൻ വാങ്ങാം. അങ്ങനെയുള്ള സർവീസാണ് ഈ ഒരു ധനി ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസൾട്ടേഷന് ശേഷം ഫ്രീ ധനി മെഡിസിൻസ് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ ഒരു ധനി ഹെൽത്ത് ഓഫർ ചെയ്യുന്ന സർവീസസ്. ഇനി ഈ ഒരു സർവീസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, ഈ ഒരു സേവനം സൗജന്യമല്ല, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീസ് വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഏകദേശം 300 രൂപ പ്ലസ് GST ആണ് ഈടാക്കുന്നത് സർവീസ് ചാർജ്. പിന്നെ ഫാമിലി പ്ലാൻ ഒക്കെ ആണെങ്കിൽ 500 രൂപ പ്ലസ് ടാക്സ് ആണ് ഈടാക്കുന്ന സർവീസ് ചാർജ്. ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ നൽകിക്കൊണ്ടാണ് നമുക്ക് ഈ ഒരു ധനി ഹെൽത്ത് സർവീസ് ഉപയോഗിക്കാനായി സാധിക്കുക. പിന്നെ ഇത് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിന് വെളിയിലുള്ളവരെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മലയാളം അറിയാവുന്ന ഡോക്ടേഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഇവർ പറയുന്ന ആ ഒരു ഫ്രീ മെഡിസിൻ ഡെലിവറിക്ക് നിലവിൽ കുറച്ച് സിറ്റികളിൽ മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും ഈ ഒരു സേവനം ലഭ്യമല്ല. ഇനി ധനി പേ ആപ്പിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വാളറ്റ് ഉണ്ട്. വാളറ്റിലേക്ക് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പണം ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്കത് സ്പെൻഡ് ചെയ്യാം. നമുക്ക് അതിനായിട്ടൊരു റുപ്പേ കാർഡ് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു ഡിജിറ്റൽ കാർഡ് സൗജന്യമായിട്ട് ലഭിക്കും. വേണമെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ കാർഡ് റിക്വസ്റ്റ് ചെയ്യാം. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് POS ട്രാൻസാക്ഷൻ നടത്താം, ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താം. ATM വഴി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. 99 രൂപ പ്ലസ് ടാക്സ് നൽകിക്കൊണ്ട് ഈ ഒരു കാർഡ് നമുക്ക് ഓർഡർ ചെയ്യാം. ഇതിൻ്റെ ഫീസ് വരുന്നത് 199 രൂപ പ്ലസ് GST ആണ്. പിന്നെ ഇതിൻ്റെ ആനുവൽ ഫീ ആയിട്ട് എല്ലാ വർഷവും 50 രൂപ പ്ലസ് ടാക്സ് ഈടാക്കുന്നതാണ്. ഇതൊരു റുപ്പേ കാർഡാണ്. അതുകൊണ്ട് തന്നെ റുപ്പേ പ്ലാറ്റ്ഫോം അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഒരു കാർഡ് നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കൂ. ATM-ൽ നിന്നും പണം വിഡ്രോ ചെയ്യാനായി സാധിക്കില്ല. ഈ ഒരു കാർഡിന് ഫ്യൂവൽ സർചാർജ് വേവർ ഓപ്ഷൻ ഇല്ല. ഫ്യൂവൽ സർചാർജ് നൽകണം. 1% മുതൽ വേരി ചെയ്യും ഈ ഒരു ഫ്യൂവൽ സർചാർജ് എന്ന് പറയുന്നത്. മിനിമം 10 രൂപ ഫ്യൂവൽ സർചാർജ് ആയിട്ട് ഈടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഫ്യൂവൽ അടിച്ചാൽ നമ്മൾ നഷ്ടം സഹിക്കേണ്ടതായി വരും. പിന്നെ ഈ ധനി പേ വാളറ്റിൽ മിനിമം KYC ആണെങ്കിൽ നമുക്ക് ഡെയിലി 10,000 രൂപ വരെ കീപ്പ് ചെയ്യാം. ഫുൾ KYC ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ വരെ കീപ്പ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനവർ ഒരു കൺവീനിയൻറ്റ് ഫീ ഈടാക്കുന്നുണ്ട്. നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 1% ഇല്ലെങ്കിൽ മാക്സിമം 99 രൂപ പ്ലസ് ടാക്സ് ആണ് ഈ ഒരു ധനി പേ ഈടാക്കുന്ന സർവീസ് ചാർജ്. പിന്നെ വാലറ്റിൽ നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി 25,000 രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനവർ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. നമ്മൾ വാലറ്റിൽ നിന്നും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.75% ഇല്ലെങ്കിൽ മിനിമം 10 രൂപയാണ്. ഇങ്ങനെ നമ്മൾ വാലറ്റിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ധനി പേ ഈടാക്കുന്ന ട്രാൻസാക്ഷൻ ചാർജ്. പിന്നെ ഈ ഒരു ധനി പേയുടെ ഫിനാൻഷ്യൽ സർവീസ് സെക്ഷനിൽ കുറച്ചധികം സർവീസസ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഈ ഒരു പോളിസി ഓഫർ ചെയ്യുന്നത് ഡിജിറ്റാണ്. പിന്നെ നമുക്ക് ഫോൺ പേയിലും ഗൂഗിൾ പേയിലൊക്കെ ഉള്ളതുപോലെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, റീചാർജ്, അതുപോലെ തന്നെ DTH റീചാർജ്, പിന്നെ വിവിധ തരത്തിലുള്ള ടിക്കറ്റ് ബുക്കിംഗ്, അങ്ങനെ വിവിധ തരത്തിലുള്ള സർവീസസ് ഈ ഒരു ധനി പേ ആപ്പിൽ ലഭ്യമാണ്.
പിന്നെ ധനി പേ ഓഫർ ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ധനി വൺ ഫ്രീഡം കാർഡ്. കൂടുതൽ ആളുകളും വീഡിയോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരു കാർഡ് ഇതായിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്ന പരസ്യമാണ്. നമുക്ക് 1 ലക്ഷം രൂപ വരെ പലിശയില്ലാതെ ലോൺ നൽകും. 3 മാസം കൊണ്ട് നമ്മൾ തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും. പലിശയില്ലെന്ന് മാത്രമല്ല, പ്രോസസ്സിംഗ് ഫീസ് ഇല്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആദ്യം പറഞ്ഞ ഒരു ഹെൽത്ത് സർവീസ്, അതായത് നമുക്ക് വീഡിയോ കോളിലൂടെ ഫ്രീ ആയിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. ആ ഒരു സർവീസ് ഈ ഒരു വൺ ഫ്രീഡം കാർഡ് എന്ന പ്രൊഡക്റ്റിൻ്റെ കൂടെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവരുടെ ആ ഒരു ധനി റുപ്പേ കാർഡ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. ആ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനുകളിലും ക്യാഷ് ബാക്കും ഓഫർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ധനി പേ ഫ്രീഡം കാർഡിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് അവർ പറയുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ലോൺ ലഭിക്കില്ല. നമ്മളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നൽകി നമ്മുടെ സിബിൽ സ്കോറും നമ്മുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററിയൊക്കെ നോക്കി മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു 1 ലക്ഷം രൂപ വരെയുള്ള ഒരു എമൗണ്ട് നമുക്ക് ലോണായിട്ട് അനുവദിച്ച് കിട്ടുക. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് ഇല്ല, അതുപോലെ തന്നെ പലിശയില്ല. പക്ഷേ അതിന് പകരം ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. സാധാരണയായിട്ട് ബാങ്കുകളൊക്കെ നമുക്ക് ലോൺ നൽകിയിട്ട് അവർ പലിശ ഈടാക്കും. ആ ഒരു പലിശ എന്ന് പറഞ്ഞ ടേം മാറ്റിയിട്ട് പലിശ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഈടാക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ലോൺ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് എല്ലാ മാസവും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് പല ഫോറങ്ങളിലും കാണാനായിട്ട് സാധിച്ചത് 5000 രൂപയ്ക്ക് ലോണായിട്ട് നൽകിയിട്ട് മന്ത്ലി 250 രൂപയ്ക്കാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് ഈടാക്കുന്നത്. നമുക്ക് 5000 രൂപ ലോണായിട്ട് നൽകിയിട്ട് മന്ത്ലി 250 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു പലിശ തന്നെയാണ്. പിന്നെ ഇതിന് കൂടുതൽ ലഭിക്കുന്ന റുപ്പേ കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷനുകളിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് നമുക്ക് ഈ ഒരു ധനി ക്യാഷ് എന്ന രൂപത്തിലായിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു ധനി ക്യാഷ് നമുക്ക് ഈ ഒരു ധനി പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊന്നും ട്രാൻസ്ഫർ ചെയ്യാനായി സാധിക്കില്ല. പിന്നെ ധനി പേ ഓഫർ ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ധനി സൂപ്പർ സേവർ കാർഡ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് പറയുന്നത് 5% ക്യാഷ് ബാക്കാണ്. അത് എല്ലാ ട്രാൻസാക്ഷനിലും 5% ക്യാഷ് ബാക്കാണ്. ഈവൻ ഫ്യൂവൽ അടിച്ചാൽ അല്ലെങ്കിൽ വാലറ്റിൽ ലോഡ് ചെയ്താൽ പോലും നമുക്ക് 5% ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ ഇവരുടെ ധനി ഹെൽത്ത് എന്ന് പറഞ്ഞ സർവീസ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ സൗജന്യമായിട്ട് ലഭിക്കും. അതായത് നമുക്ക് 24 മണിക്കൂറും എല്ലാ ദിവസവും നമുക്ക് വീഡിയോ കോളിലൂടെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. ഈ ഒരു ധനി പേ സൂപ്പർ സേവർ കാർഡിലേക്ക് നമ്മുടെ സാധാരണയായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ലോഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിത് ഷോപ്പിംഗ് നടത്തുവാനും അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് സൗജന്യമല്ല, ഇതിന് സബ്സ്ക്രിപ്ഷൻ ഫീ വരുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ 1 മാസം സൗജന്യമായിട്ട് ഉപയോഗിക്കാം. പിന്നീട് നമ്മൾ എല്ലാ മാസവും ഈ ഒരു കാർഡിന് സബ്സ്ക്രിപ്ഷൻ ഫീ നൽകേണ്ടതായിട്ടുണ്ട്. അത് 3 പ്ലാനുകളുണ്ട്. സിൽവർ പ്ലാൻ ഉണ്ട്, ഗോൾഡ് പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാറ്റിനം പ്ലാൻ ഉണ്ട്. ഈ പ്ലാനിൻ്റെ തന്നെ വിവിധ തരത്തിലുള്ള ടേമുകളുണ്ട്. നമുക്ക് 1 മന്തിലേക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. 3 മാസം, 6 മാസം, പിന്നെ 12 മാസം എന്നീ കാലാവധികളിലേക്ക് ഈ ഒരു ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ, പിന്നെ പ്ലാറ്റിനം പ്ലാനുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ സിൽവർ പ്ലാൻ ആണെങ്കിൽ 125 രൂപയാണ് നമ്മൾ മന്ത്ലി നൽകേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോൾഡ് പ്ലാൻ ആണെങ്കിൽ മന്ത്ലി ചാർജ് വരുന്നത് 250 രൂപയാണ്. പിന്നെ പ്ലാറ്റിനം പ്ലാൻ ആണെങ്കിൽ 500 രൂപയാണ് നമ്മൾ മന്ത്ലി നൽകേണ്ട സബ്സ്ക്രിപ്ഷൻ ഫീസ്. ഈ ഒരു 5% ക്യാഷ് ബാക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു മന്ത്ലി ലിമിറ്റ് വരുന്നുണ്ട്. ഈ ഒരു ലിമിറ്റ് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു പ്ലാനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്സാമ്പിളായിട്ട് നിങ്ങൾ സിൽവർ പ്ലാനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി പരമാവധി 2500 രൂപ വരെ മാത്രമേ ക്യാഷ് ബാക്കായി നേടുവാനായി സാധിക്കൂ. അപ്പോൾ ഈ രീതിയിൽ ഓരോ പ്ലാനിനും അനുസരിച്ച് നിങ്ങൾക്ക് മന്ത്ലി നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിൽ ലിമിറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഹെവി യൂസ് ഉള്ളവർക്ക് ഒരു പക്ഷേ ഈ ഒരു കാർഡ് ഗുണം ചെയ്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് കാർഡ് ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല, അതും ഹെവി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇല്ല എങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും സമ്മാനിക്കുക. കാരണം നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ എല്ലാ മാസവും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെ ധനി പേ ഓഫർ ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ധനി ക്രെഡിറ്റ് ലൈൻ. നമുക്ക് 3 മിനിറ്റ് കൊണ്ട് ലോണാണ് ഓഫർ ചെയ്യുന്നത്. ഈ ഒരു ലോൺ ആദ്യത്തെ 6 മാസം നമ്മൾ പലിശ മാത്രം അടച്ചാൽ മതിയാകും, നമ്മൾ മുതൽ അടയ്ക്കേണ്ടതായിട്ടില്ല. പിന്നെ നമുക്കൊരു റുപ്പേ കാർഡ് ലഭിക്കും. ഈ ഒരു കാർഡിൽ നമുക്ക് 5% ക്യാഷ് ബാക്കും ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ആദ്യത്തെ 6 മാസം പലിശ മാത്രം അടക്കുന്നു, മുതലിലേക്കൊന്നും അടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പലിശ ഇനത്തിൽ കൂടുതൽ പണം നൽകേണ്ടതായിട്ട് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് പ്രോസസ്സിംഗ് ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിംഗ് ഫീസ് എത്രയാണെന്ന് അവർ പറയുന്നില്ല. നമ്മൾ ലോൺ അപ്ലൈ ചെയ്ത് നമുക്ക് എമൗണ്ട് എത്രയാണെന്ന് അറിഞ്ഞ ശേഷം മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന പ്രോസസ്സിംഗ് ഫീസ് അവർ പറയുകയുള്ളൂ. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഗെയിംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗെയിം കളിക്കുകയാണെങ്കിൽ ധനി ക്യാഷാണ് അവർ ഓഫർ ചെയ്യുന്നത്. നമുക്ക് കാർഡിൽ ലഭിക്കുന്ന ആ ഒരു ക്യാഷ് ബാക്കും ധനി ക്യാഷ് ആയിരിക്കും ലഭിക്കുന്നത്. അത് ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. നമുക്ക് പിന്നെ ഹൈ ക്രെഡിറ്റ് ലൈനൊക്കെ എടുത്താൽ മാത്രമേ നമുക്കത് റിയൽ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാനായി സാധിക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ധനി പേ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളും അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും. ഇവരുടെ ഫീസിൽ
പ്രൈസിലും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനിലൊന്നും ഒരു വ്യക്തതയില്ല. ഇതിപ്പോൾ കുറേയധികം പ്ലാറ്റ്ഫോംസ് നോക്കിയതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ നിലവിൽ ആരെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. ലൈക്ക് കൂടുതൽ കിട്ടിയാൽ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെയും കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് ഉപയോഗപ്രദമായ പല കാര്യങ്ങളും നമ്മൾ എഴുതുന്നുണ്ടാകും. അതുപോലെ തന്നെ പല പ്രൊഡക്റ്റുകളുടെ ലിങ്കും കൊടുക്കുന്നുണ്ടാകും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം അക്കൗണ്ടിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി